കല്യാണം എന്ന് വെച്ചാലേ അതൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാ. നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇങ്ങനെ പറഞ്ഞുറപ്പിച്ച് ഇവിടം വരെ എത്തിയ കല്യാണത്തിന് പിന്മാറുകാന്ന് വെച്ചാൽ അതൊന്നും നടപ്പുള്ള കാര്യല്ല. എന്തൊരു നാണക്കേടാന്ന് ഓർത്ത് നോക്ക്. നാട്ടുകാരെന്നാക്കെ പറഞ്ഞുണ്ടാക്കും നീ ഒന്ന് ആലോചിച്ചേ. അല്ല ആ ചെറുക്കൻ ഏതാണ്ടോ പറഞ്ഞൂന്ന് വെച്ചിട്ട് കല്യാണത്തീന്ന് ഒഴിവാകാന്നൊക്കെ പറഞ്ഞാ ഇതൊക്കെ എവിടേലും നടക്കുന്ന സംഗതിയാണോ? അല്ലേലും അവൻ പറഞ്ഞേല് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. നിന്നോട് ഞാൻ എത്ര തവണ ഇത് തന്നെ പറഞ്ഞേക്കുന്നു. ഈ കയ്യില്ലാത്ത ഉടുപ്പ് ഇട്ട് കൂട്ടുകാരുടെ കൂടെ തോന്നുന്ന സമയത്ത് കറങ്ങാനും പോയി. നിനക്ക് തോന്നിയ പോലെയല്ലേ നീ ജീവിച്ചോണ്ടിരുന്നത്. അതവൻ ചോദ്യം ചെയ്തു. അതിലിപ്പോ എന്താ തെറ്റ്? കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇതിനെപ്പറ്റി. മര്യാദയ്ക്ക് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി വീട്ടിനകത്തിരിക്കാൻ. നീ കേട്ടോ? ഇല്ലല്ലോ. അതും പോരാഞ്ഞ് അവൻ ഇഷ്ടല്ലാന്ന് അറിഞ്ഞിട്ടും ഈ ഉടുപ്പുമൊക്കെ ഇട്ടിട്ട് പുറത്തും പോയി കൂട്ടുകാരുടെ കൂടെ കറങ്ങാനും പോയി തിരിച്ചു വന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസും വെച്ചാല് അവൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? അവന് ഇഷ്ടല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്തിനാ അത് ചെയ്യുന്നത്? അവന് ഇഷ്ടല്ലെന്ന് ചെയ്യാൻ നിക്കണ്ട അത്ര തന്നെ. ഒരു ബന്ധാവുമ്പോ അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ അടുത്ത് ഞാൻ ഇത്രയും കാലം ഇതേ കാര്യം പറഞ്ഞപ്പോ നിനക്ക് കേൾക്കാൻ വയ്യ. അപ്പൊ നീ എന്റെ അടുത്ത് ചാടാൻ വന്നു. ഇപ്പൊ അവനും അതേ കാര്യം തന്നെയല്ലേ നിന്നോട് പറയുന്നത്. അപ്പൊ അവൻ ടോക്സിക് ആണ്, അവന് സംശയമാണ്, അവൻ അങ്ങനെയാണ്, എന്തൊക്കെയാ നീ പറഞ്ഞുണ്ടാക്കുന്നത്? അവന് നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ട് സഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമല്ലേ? അതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഇനി ഈ പേരും പറഞ്ഞ് കല്യാണം വേണ്ട, കല്യാണത്തിന് ഒഴിവാകണം എന്നും പറഞ്ഞ് വരാൻ നിൽക്കണ്ട. എന്ത് വന്നാലും ഈ കല്യാണം ഞങ്ങൾ നടത്തും.